എടാ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അതിൻ്റെ അകത്തെ പെർമ്യൂട്ടേഷൻ ഇല്ലേ, അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നോളണം, വളരെ സിമ്പിളാണ്. എന്താണ് പെർമ്യൂട്ടേഷൻ്റെ ഷോർട്ട് കട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. സിമ്പിൾ, ശ്രദ്ധിച്ചിരുന്നോ. നിങ്ങളോട് ഒരു പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ 5p2 നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുവാണ്. 5p2 ഇങ്ങനെയൊക്കെയല്ലേ ചോദ്യം വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് NPR എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 5 ഫാക്ടോറിയൽ ബൈ എത്രയാടാ? 5 മൈനസ് 2 ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വന്നു നോക്ക്? 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് വന്നു അല്ലേ. 5 മൈനസ് 2 3. ഇപ്പോൾ 5 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കും? 1 × 2 × 3 × 4 × 5 വരെയാണ് 5 ഫാക്ടോറിയൽ. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്താണ്? 1 × 2 × 3. ഈ 1 × 2 × 3 ഇൻറ്റു ചെയ്തു, ഈ 1 × 2 × 3യും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആൻസർ എത്ര വന്നു? 4 × 5. ആൻസർ എത്ര വന്നു? 20 എന്ന് വന്നു. കേട്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു പെർമ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത്ര എളുപ്പമൊന്നും ചെയ്യേണ്ട, അല്ല ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. പക്ഷേ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്ത എക്സാമുകളൊക്കെ ഉണ്ട് കേട്ടല്ലോ. അവിടെയൊക്കെ ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ. എങ്ങനെ ഈ 5p2 എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? എടാ ഇതിൻ്റെ പേര് ഉപയോഗിച്ച് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. 5 എന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്ന? 5 എഴുതി. 5ൽ തുടങ്ങി പി എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ടത് പുറകോട്ടെന്നാണ് കേട്ടോ. എന്താണ്? പുറകോട്ട്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പുറകോട്ട്. അതായത് 5ൽ തുടങ്ങി പുറകോട്ട് 2 നമ്പറുകൾ എഴുതണം. അപ്പോൾ 5ൽ തുടങ്ങി പുറകോട്ട് 2 നമ്പറുകൾ എന്ന് പറഞ്ഞാൽ 5 4 എഴുതി കേട്ടല്ലോ. അപ്പോൾ 5 × 4 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 20. ഒറ്റടി ആൻസർ കിട്ടിയോ? മനസ്സിലായോ? നീ ഇവിടെ നോക്ക്. 6p3 നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോടാ? വളരെ സിമ്പിൾ. നോക്ക്, 6ൽ തുടങ്ങണം. പുറകോട്ട് എത്ര നമ്പറുകൾ എഴുതണം? 3 എണ്ണം എഴുതണം. അപ്പോൾ 6 × 5 × 4. ഇവിടെ ശ്രദ്ധിക്കണം, ഈ 3 വരെ എഴുതണമെന്നല്ല. 6ൽ തുടങ്ങി പുറകോട്ട് 3 നമ്പറുകൾ എഴുതണം. അപ്പോൾ 6 5 4 ഇത്രേ ഉള്ളൂ. നോക്ക്, 6 × 5 എത്രയാണ്? 30. 30 × എത്രയാണ്? 4 എത്രയാണ്? 120 അല്ലേ. ഇത്രേ ഉള്ളൂ ആൻസർ. സിമ്പിൾ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എന്തേന്ന് നോക്കിയേ. 7p2 എങ്ങനെ ചെയ്യും? 7p2 എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ. 7p2 എങ്ങനെ ചെയ്യും? 7ൽ തുടങ്ങി പുറകോട്ട് 2 നമ്പറുകൾ. അപ്പോൾ 7 × 6 ചെയ്യണം. 7 × 6 എത്രയാണ്? 42. സിമ്പിൾ. അടുത്തത് 9p2 എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ. വേഗം പറ. 9ൽ തുടങ്ങി പുറകോട്ട് 2 നമ്പറുകൾ. 9 × 8 എത്ര വരും ആൻസർ? 72. ഇത്രേ ഉള്ളൂ ഷോർട്ട് കട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്ക്, ഫൈൻഡ് 7p2. വേഗം പറഞ്ഞോ. 7p2 ആൻസർ എത്ര വരും? 7ൽ തുടങ്ങി പുറകോട്ട് 2 നമ്പറുകൾ. അപ്പോൾ 7 6 മതി. 7 × 6 എത്ര വന്നു? 42. പട്ടപ്പട്ടെ കിട്ടി അല്ലേ. അടുത്തത് 5p3. വേഗം പറ. 5p3 എങ്ങനെ പറയും? 5ൽ തുടങ്ങി പുറകോട്ട് 3 നമ്പറുകൾ. 5ൽ തുടങ്ങി പുറകോട്ട് 3 നമ്പറുകൾ. അപ്പോൾ 5 × 4 × 3. 5 × 4 എത്രയാണ്? 20. 20 × 3 എത്രയാണ്? 60. സിമ്പിൾ അല്ലേ. അടുത്തത് 8p2 എത്ര വരും? 8p2ൻ്റെ ആൻസർ എത്ര വരും? 8ൽ തുടങ്ങി പുറകോട്ട് 2 നമ്പറുകൾ. അപ്പോൾ 8 7 മാത്രം. 8 × 7 എത്രയാണ്? 56. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം. വേഗം ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. എത്രയാണ്? ഒരു 6p2. വേഗം ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുക. വളരെ സിമ്പിൾ. ഭയങ്കര എളുപ്പമല്ലേടാ.